ഞാനങ്ങനെ ഫുഡ് കഴിക്കണ ഒരാളൊന്നും ആയിരുന്നില്ല കേട്ടോ. അനുചേട്ടൻ്റെ കൂടെ ഞാൻ കൂടിയ പിന്നെയാണ് ഞാനിങ്ങനെ ഇത്രയും ഫുഡ് ആയതട്ടാ. ഫുഡ് കഴിക്കണ സ്ഥലങ്ങൾ, ഫുഡ് കിട്ടണം, നല്ല നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളൊക്കെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി തന്നതും ഈ അനുചേട്ടൻ തന്നെയാണ്. ഞാനിങ്ങനെ ഗുഡുമണി ആയതും അനുചേട്ടൻ കാരണം കേട്ടോ. ഞാനിങ്ങനെ ഒന്നിരുന്ന വെച്ച ഒരാളല്ല. അപ്പം ഇന്നത്തെ ഒന്ന് ഫുഡ് സ്പോട്ട് പരിചയപ്പെടുത്തി തരാട്ടാ. ജോലി കഴിഞ്ഞാൽ തിരിച്ച് വന്നു കഴിയുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കോട്ടെ കഴിച്ചു. കപ്പ മാത്രമല്ല കേട്ടോ, കപ്പയും കടലയും നല്ല പച്ച സവാളയും ഇതൊക്കെ കൊത്തി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം കൂട്ടിയുമുണ്ട് ഇന്നത്. ഞാൻ വെറുതെ പറയണതല്ല കേട്ടോ, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കടലയും കപ്പയും നമ്മുടെ പോട്ടിയും. അപ്പോൾ എല്ലും കപ്പയും ഉണ്ട്, കപ്പയും ബീഫും. അത് നമ്മൾ പറയണതിനനുസരിച്ചിട്ട് അവർ യോജിപ്പിച്ചിട്ടൊക്കെ തരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലും കപ്പയൊക്കെ കഴിക്കാനായിട്ടൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലേബർ ജംഗ്ഷനിൽ നിന്ന് പാലിറങ്ങിയിട്ട് നമ്മുടെ ഗോത്രത്തിലോട്ട് പോകണം. ആ പാലിറങ്ങി താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെയാണ് ഈ ഒരു കട. അപ്പോൾ നമ്മൾ പാലിങ്ങടെ ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു കപ്പേള കാണാട്ടോ. കപ്പേളയുടെ തൊട്ട് മുന്നിലായിട്ടാണ് ഈ ഒരു കുഞ്ഞൻ തട്ടുകട. അപ്പോൾ ഇതാണ് സ്പോട്ട് വരണത് കേട്ടോ. ഇപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന വഴിയേ നമുക്ക് ഒടുക്കത്തെ വിശപ്പായിരിക്കട്ടെ. അപ്പൊ എന്തെങ്കിലുമൊക്കെ എടുത്ത് പിടിച്ച് തിന്നാനുള്ള വിശപ്പായിട്ടായിരിക്കും ഞാൻ വന്നത്. അപ്പം അവിടുത്തെ ചേച്ചിക്ക് അറിയാം വിശന്നായിരിക്കും വന്നതെന്ന്. അപ്പൊ ചേച്ചിയോട് പറയും ചൊവ്വാഴ്ച ദിവസങ്ങളിൽ എല്ലും കപ്പയൊക്കെ ഉണ്ടിട്ട് എന്തായാലും ഇവിടെ വന്നു വന്നൊക്കെ. അപ്പൊ ഇന്നിപ്പോ ആ കടയിൽ ആളുള്ളതുകൊണ്ടാണ് ഞാൻ കാറിൻ്റെ ഉള്ളിലോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കഴിച്ചിട്ടോ. അപ്പൊ എന്തായാലും ഇവിടെ പോയിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ.